ബാധ്യത കഥ ഉണ്ടാക്കി കെട്ടിത്തൂക്കല സാമ്പത്തിക ബാധ്യത കഥ ഉണ്ടാക്കി കെട്ടിത്തൂക്കല പരിപാടി 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 എന്നെയാണ് അയ്യോ കുത്തച്ചാല് വസ്തു വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് കുറെ നോക്കി എന്നിട്ട് ഗോപി വരച്ച് ഇവിടെ കയറി എന്നെ നോക്കി എന്റെ പ്രമാണം കിട്ടുമെന്ന് വിചാരിച്ചോണ്ട് പ്രമാണം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ പാസ്പോർട്ട് വെച്ച് 10,000 രൂപ എടുക്കുന്നതായി. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോൾ പാസ്പോർട്ട് വെച്ച് കിട്ടി. പിന്നെ മോതിരം കൂടി കൊണ്ടുപോയെന്നായി. അങ്ങനെ പല പല കള്ളക്കളകൾ ഉണ്ടാക്കി നടക്കുക. കള്ളക്കളകളുമായിട്ട് നടക്കുന്നതായ കണ്ണന്മാര് കള്ളക്കളയുമായിട്ട് അവരുടെ മോനെ ഇങ്ങനെ നടത്തുമായിരുന്നു. ഇതുപോലെ കള്ളക്കളയ്ക്ക് അവന്റെ മോൻ ആദ്യാപ്പിച്ച നോട്ടമായിരുന്നു കള്ളക്കള ഉണ്ടാക്കാൻ പെണ്ണുങ്ങളെ കൊണ്ട് കലയുണ്ടാക്കാൻ നടക്കുമായിരുന്നു. ഇതുപോലെ അവന്റെ മോന് ഇങ്ങനെ കുറെ അമ്മമാർ ഇങ്ങനെ നടക്കുക പെണ്ണുങ്ങളെ കൊണ്ട് കലയുണ്ടാക്കാൻ ഇങ്ങനെ കലയുണ്ടാക്കി ജീവിക്കുക കുറെ അമ്മമാരും ഇല്ല നാട്ടുകാർക്കെല്ലാം അറിയാം. ഞാൻ യുപിയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഈ നാട്ടുകാരാ പറഞ്ഞത് മോളനിയൻ എന്തിനാ കെട്ടിത്തൂങ്ങിയത് നിങ്ങളാ ചോദിച്ചത്. മോളനിയൻ എന്തിനാ കെട്ടിത്തൂങ്ങിയത് പലരും ചോദിച്ചു. മോളനിയൻ എന്തിനാ കെട്ടിത്തൂങ്ങിയത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊച്ചിനടിയോടും സുബ്രഹ്മണ്യനോടും എല്ലാം നിങ്ങൾ കൊണ്ട് പറയാൻ വഴക്കിട്ടതാ കെട്ടിത്തൂങ്ങിയത് പറഞ്ഞേന്. എന്നോട് നാട്ടുകാരെല്ലാം ചോദിച്ചതാ നിങ്ങൾ മോളനിയൻ എന്തിനാ കെട്ടിത്തൂങ്ങിയത് പലരും ചോദിച്ച്. അവർക്ക് തലയ്ക്ക് വട്ടാണോ? അവർക്കൊന്നും തലയ്ക്ക് നിർമ്മല റേഷൻ കടയിലെ നിർമ്മല ചോദിച്ചതാ. അങ്ങനെ പലരും ചോദിച്ചതാ. അതുപോലെ ബോബിയുടെ മോൻ പറഞ്ഞതായിരുന്നു. മോഹൻ സിംഗ് പറഞ്ഞു വെള്ളത്തിനകത്തെല്ലാം ഏതാണ്ട് പ്രോഡക്റ്റിൽ പോയിസൺ കൊടുത്തു. ഇതിന്റെ അതേ മോളെ അവനെ കൊന്നത് മോഹൻ സിംഗ് പറഞ്ഞത്. വട്ടക്കോട്ടെ ബോബിയുടെ മോൻ പറഞ്ഞ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് എല്ലാം അറിയില്ല. മോഹൻ സിംഗ് എനിക്ക് കാര്യമില്ല. മോഹൻ സിംഗ് പറഞ്ഞ് അവന് പ്രോഡക്റ്റിൽ പോയിസൺ കൊടുത്ത് വന്നതാണ്. ഏറ്റവും കൊടുത്ത് പതിയെ രക്ഷമെല്ലാം കൊടുത്ത് കൊന്നേക്ക് നടക്കുക പറഞ്ഞ മോഹൻ സിംഗ്. പിന്നെ എന്നോട് ഇതാരാ പറഞ്ഞെന്ന് വെച്ചാൽ വട്ടക്കോട്ടെ ബോബിയുടെ മോനാന്ന് പറഞ്ഞ അവനോട് ക്യാൻറ്റീനിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞു അവനാരെയും കൊല്ലാൻ നടക്കട്ടെ. നീ ഒന്നും ആരെയും കൊല്ലാൻ നടക്കടി. നീ വന്നതൊക്കെ കൊല്ലാൻ നടക്കടി. അവൾ കണ്ടത് അവൾ ജീവിക്കുന്നില്ല. ഒരുത്തിന്റെ കൂടെ അല്ല അവൾ താമസിക്കുന്നത്. അവരുടെ പിള്ളേരുടെ കൂടെ അവളവരുടെ മക്കളെ കൂടെ താമസിക്കുന്നത്. ഒരുത്തിന്റെ കൂടെയല്ല. ഒരുത്തനെ അവര് പിടിച്ചില്ല. അവൻ മരിച്ചത് പിന്നെ അവൾ ഒരുത്തനെയും പിടിച്ചിട്ടില്ല. അവളുടെ മക്കളെ കൂടെ താമസിക്കുന്നത്. നീ എന്താ ബന്ധരായി പറഞ്ഞാലും അവളെ ദേവത്തിൽ പിടിക്കത്തില്ല. അവൾ നിന്റെ ഇവിടെ അവളെ അച്ഛനെ കൂടെ അങ്ങനെ അവളോട്ട് വരത്തില്ല. നമുക്ക് വേണ്ട കഴിഞ്ഞ വർഷമാ 1.5 ലക്ഷം രൂപ നന്നാക്കാൻ എനിക്ക് തന്നത്. 1.5 ലക്ഷം രൂപ ചുമ്മാ ചെലവാകത്തില്ല. വീട് നന്നാകത്തില്ല. പട്ടിയെല്ലാം മാറ്റി തറച്ച് ഓട് മാറി എന്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഒരു ആളാവുന്നവളെ എന്താ ഇവിടെ എന്താ ഇരിക്കുന്നത്? എന്താ നാങ്ങാച്ചാലും ഇവിടെ ഇരിക്കുന്നു. ഈ അണ്ണാക്കല്ല വേറൊന്നുമില്ലല്ലോ. ഇവിടെ ഇരിക്കുന്നു തേങ്ങാക്കൊല. രാവിലെ എന്നെ കൊല്ലാൻ വരുവോ? രാവിലെ എന്നെ കൊല്ലാൻ വരുവോ? ഇവിടെ കൊല്ലടി തന്നെയാണ്. നീ കൊല്ലടി തന്നെ എന്നെങ്ങനെ വിളിച്ചേക്കാതെ. നീ എന്നെ കൊല്ലടി. എനിക്ക് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ എൻ്റെ പാട്ടിന് പോവാ. ഈ പെൻഷൻ വാങ്ങിച്ച് എന്തെങ്കിലും ചെയ്തു. ഞാൻ എൻ്റെ പാട്ടിന് പോയേക്കാം. ഈ മുന്നിൽ ഒരു ഓട്ടോ വിട്ടാൽ ഞാൻ പോയി പെൻഷൻ വാങ്ങിക്കും. ഇന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ ജനിച്ചത്. ഇനിയൊന്നും കണ്ടുകൊണ്ടല്ലോ ഞാൻ ജനിച്ചത്. ഇന്നെ കണ്ടുകൊണ്ടെന്നാണ് ഞാൻ ജനിച്ചത്. എന്റെ സഹായമില്ലാതെ ഞാൻ ജീവിക്കും. എനിക്കിതിന്റെ ജീവിതമേ വേണ്ട. അവിടെ ചെന്നാലും അവിടെ ഈ പെൻഷൻ വിളിച്ചു. ഇതിനെക്കുറിച്ച് നിന്റെ ഈ രാജമേനുമായിട്ട് നീ ബാലിന്റെ കൂടെ നടന്ന കഥകളൊക്കെ രാജമ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. ബാലിന്റെ കൂടെ നീ കല്യാണത്തിന് മുമ്പ് ബാലിന്റെ കൂടെ പുറത്ത കഥകളൊക്കെ രാജമാവൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആരാണ്ട് പോയി കൗസല്യ പോയി കല്യാണം ആലോചിച്ചതും അവര് പറഞ്ഞതൊക്കെ മറുപടിയൊക്കെ രാജമാവൻ എന്റെ ചെവി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ ഇപ്പൊ പോയിട്ട്
നിങ്ങൾ കൃഷ്ണനമ്മാന്റെ മോനെ കെട്ടാൻ നിന്നിട്ട് കൃഷ്ണനമ്മാന്റെ മോനോട് അപ്പൊ നീ ആരെങ്കിലും കൂടെ മുറിക്കാത്തായിരുന്നു. ഇതെല്ലാം പറഞ്ഞതാ. കൂടുതലൊന്നും വലിയ പതിവ്രത എന്ന് സമയമില്ല. ഇവിടുത്തെ തള്ളമാറ ഇല്ലയോ? ഏതായാലും നിന്നെ മനസ്സിലായടി. ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് പോയേക്കാം. എനിക്ക് നിന്റെ കൂടെ താമസിക്കണ്ട. ഈ പട്ടി എനിക്ക് നിന്റെ കൂടെ താമസിക്കണ്ട. ഞാൻ ആദ്യമായിട്ട് ലോകത്തെ ഏതാണ്ട് ചെയ്ത പോലെ നീ പോയതൊക്കെ രാജമ്മ എന്ന് പറഞ്ഞതാ. അതുപോലെ രാജമ്മ അവിടെ ഭർത്താവിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടതാ. പൊടിയെന്ന് പറയുന്നത് വിനോദിനിയുടെ കൂടെ മറ്റവരുടെ കൂടെ മക്കളുടെ കൂടെ എല്ലാം കൊടുക്കുന്നത് അവിടെ പെട്ടോണ്ടിരുന്ന സമയത്ത് തന്നെ പൊടിയെന്നിട്ടുള്ള ആ പ്രായമുള്ളവരെ കുറിച്ച് എല്ലാം ഇങ്ങനെ പറഞ്ഞതാണ് നാളില്ലാത്തവള്. അവിടെ ഇങ്ങനെ ഒത്തിരി പറയുന്നവളാ അവള്. അവിടെ എന്നെ കുറിച്ച് ഒത്തിരി പറഞ്ഞു നോക്കിയിട്ടുണ്ട് നിങ്ങൾ അവിടെ